എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് സമാധാനിക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് സമാധാനിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ കാളക്കുട്ടൻ്റെ ആ ഒരു ചിത്രം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പല കാര്യത്തിൽ എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. പലപ്പോഴും ആ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്ന അന്തരീക്ഷത്തിലേക്ക് ജീവിതം പോകുന്നുണ്ട്. അത് ചെറിയ ചെറിയ വാശിയിലേക്കും പിന്നീട് ഒരു ചെറിയ വഴക്കിലേക്കും, വേണമെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോലും അത് വളർന്നേക്കാം. അങ്ങനെ അത് മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ, ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാനും ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയും പല കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു. ആ വ്യക്തിയുടെ ഒരു മനോനില അനുസരിച്ച് ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ആ വ്യക്തി മറ്റുള്ളവരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ സ്വയം ബുദ്ധിയിലെ കുറവ് മൂലമോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള വിവേകത്തിൻ്റെ കുറവ് മൂലമോ തെറ്റായ രീതിയിലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. നിങ്ങൾ കൂടുതൽ അധികാരം ആ വ്യക്തിയിൽ സ്ഥാപിച്ച് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആ വ്യക്തി പരാതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ ദുഃഖമായിട്ട് മാറുകയാണ്. വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്ന അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കതൊരു മനോവിഷമായിട്ട് മാറുന്നു. കാരണം ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വെറുതെ വില നൽകുന്നു. അത് എന്നെയും എൻ്റെ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾക്ക് എൻ്റെ വ്യക്തി കൂടുതൽ വില കൽപ്പിക്കുന്നു. 100% നിങ്ങൾ മനസ്സിലാക്കുന്നു അതൊരു തട്ടിപ്പാണ്. കാരണം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാനായിട്ട് ചിലർ ശ്രമിക്കുന്നു, വൈര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, മുന്നും പിന്നും നോക്കാതെ ചില വഴക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പിരിയും. അതിൽ നിന്നും മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ശ്രമം വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ ദുഃഖമായിട്ട് മാറുന്നു. ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ വ്യക്തിയുടെ മനോനില എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നതിന് ഉതകുന്നില്ല. അത്തരത്തിലൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിൽ നിങ്ങൾ ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ള ഒരു ബോധ്യം വരുന്നു. ആ ബോധ്യം വരുന്നതിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കിക്കുന്ന ഒരു ചില സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ വളരെ കാല് പിടിച്ച് പറഞ്ഞിട്ടും നിങ്ങളെ മനസ്സിലാക്കാതെ പോയ വ്യക്തി ഇപ്പോൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നു. ആ യാഥാർത്ഥ്യ ബോധത്തോടെ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും സ്വൈര്യമായൊരു ജീവിതമാണ് ഇനി വരാനുള്ളത്. അടുത്തതായിട്ട് സിംഹത്തിൻ്റെ ആ ചിത്രം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ്. ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങളുടെ
ജീവിതത്തിൽ നിങ്ങളെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അകാരണമായി വഴക്കടിക്കുന്നു എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. എപ്പോഴും നിങ്ങളുടെ വഴക്ക് കാരണം നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ മാനസികമായിട്ട് വിഷമിപ്പിക്കാറുണ്ട്. അകാരണമായാണ് പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ചൂടാവുന്നത്. അകാരണമായിട്ടാണ് നിങ്ങളോട് ആ വ്യക്തി പെരുമാറുന്നത്. അകാരണമായ വഴക്ക് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പല ദുഃഖങ്ങൾ തോന്നാറുണ്ട്. എന്തിനാണ് എന്നോട് ഈ വ്യക്തി ഇങ്ങനെ ചൂടാവുന്നത്? അത് നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്നു. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുന്ന എൻ്റെ വ്യക്തി എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു പരിഭവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. എപ്പോഴും ചീറി അടുക്കുന്ന രീതിയിൽ പെരുമാറുന്നു. എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നു. അത് നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ജീവിതത്തിൽ ആ വ്യക്തിയുടെ സംശയങ്ങൾ, ആ വ്യക്തിയുടെ ചില അധികാര സ്ഥാപിക്കലുകൾ അത് നിങ്ങളെ പലപ്പോഴും ദുഃഖത്തിലാഴ്ത്താറുണ്ട്. ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങളും ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സമീപനങ്ങളും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ള ദുഃഖം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമാണ്, പിണക്കമാണ്. അങ്ങനെയുള്ള പിണക്കത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും ആണ് ആ വ്യക്തി നിങ്ങളെ വെറുക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്ത രീതിയിൽ, വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്. കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തി നിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. തമാശയായിട്ടാണെങ്കിലും ദേഷ്യത്തോടെയാണെങ്കിലും നിങ്ങളെ ആ വ്യക്തി അധിക്ഷേപിക്കുന്നു. നിങ്ങൾക്ക് എതിരെ ആ വ്യക്തി ചില പ്രശ്നങ്ങൾ പറയുന്നു. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ മാത്രം ഇങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് ആ വ്യക്തി എന്നെ മാത്രം ഇങ്ങനെ വിഷമിപ്പിക്കുന്നു? അത് നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് വെറുപ്പായിരിക്കും, എന്നോട് സ്നേഹമില്ലായിരിക്കും എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ സമീപനങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളതുകൊണ്ടൊന്നും ഒരു വിഷമിക്കേണ്ട. സ്വാതന്ത്ര്യവും സ്നേഹവും നിങ്ങളോടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഇങ്ങനെ കാണാതെ പോകുന്നത്, നിങ്ങളുടെ വിഷമം കാണാതെ പോകുന്നത്. ആ വ്യക്തി പറയുന്നു, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ മനസ്സിലാക്കാൻ നീ മാത്രമേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നീ എന്നെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അത് പിന്നെ ആരാണ് എന്നെക്കുറിച്ച് അറിയുക? എനിക്ക് വഴക്കടിക്കാനും സ്നേഹിക്കാനും നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടിയായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നു, ഈ വഴക്കും ദേഷ്യവും അധികാരം സ്ഥാപിക്കലും വെട്ടിത്തുറന്നു പറയലുമൊക്കെ നിങ്ങൾക്ക് വിഷമമാകുന്നുണ്ടെന്നുള്ള ബോധ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഇനി ആ വ്യക്തി അത് മാറ്റുന്ന രീതിയിലേക്ക് വരും. കാരണം അത് നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവും. സ്നേഹത്തിലൊരു കുറവും ഉണ്ടാകില്ല. ആ അധിക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം മാറും ഇതോടെ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്നത്. ഇഷ്ടമാണ് നിങ്ങളെ. കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ അധികാരം സ്ഥാപിക്കുന്ന തരത്തിലേക്ക് അത് മാറുന്നു എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.